+2 കുട്ടികൾ കാത്തിരുന്ന നീറ്റ് എക്സാം ആപ്ലിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോയി ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. മാർച്ച് 8 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ആപ്ലിക്കേഷൻ്റെ വരുന്നത്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഒരു ഒപ്പ്, ഇത്രയും കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആപ്ലിക്കേഷൻ കൃത്യമായി ഫില്ലപ്പ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് പേജിലേക്ക് വരുമ്പോൾ നിങ്ങൾ പേയ്മെന്റ് അടയ്ക്കേണ്ടതുണ്ട്. ദാറ്റ് മീൻ ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടതുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 1700 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. OBC കുട്ടികൾക്ക് 1600 രൂപയാണ്. ഇനി SC ST അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് 1000 രൂപയാണ്. ഇനി ഇന്ത്യക്ക് പുറത്തുള്ള കുട്ടികൾക്ക് 9500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഈ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ പേജ് വരും. ഈ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇത് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഈ പേയ്മെന്റ് നടത്തി കൺഫർമേഷൻ പേജ് വന്നാൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർത്തിയായി എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. സോ ഈ കാര്യം എല്ലാവരും മനസ്സിൽ കൃത്യമായി ഓർത്തു വെക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമയത്ത് നിങ്ങളുടെ കൺഫർമേഷൻ പേജ് വന്നില്ലേ, അതിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലേ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താം. പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കൺഫർമേഷൻ പേജിന്റെ ആവശ്യകതയുണ്ട്. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് പരീക്ഷാ കേന്ദ്രമാണ് വേണ്ടത് എന്നുള്ള ഓപ്ഷൻ 3 കൊടുക്കാനായിട്ട് സാധിക്കും. ആ 3-ൽ ഒന്നായിരിക്കും നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രമായിട്ട് വരുന്നുണ്ടാവുക. കേരളത്തിലെ 14 ജില്ലകളിലും പരീക്ഷാ കേന്ദ്രമുണ്ട്. കവരത്തി, മാഹി കൂടി 552 പരീക്ഷാ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ഒട്ടാകെയുണ്ട്. ഇന്ത്യയിലുള്ളിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും 14 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ദുബായ്, ഷാർജ, കുവൈത്ത്, അബുദാബി, മസ്കറ്റ്, സിംഗപ്പൂർ തുടങ്ങി 14 പരീക്ഷാ കേന്ദ്രങ്ങളും ഇന്ത്യക്ക് പുറത്തും നീറ്റ് പരീക്ഷയ്ക്ക് അവൈലബിൾ ആണ്. ഏതാണ് നിങ്ങൾക്ക് വേണ്ട പരീക്ഷാ കേന്ദ്രമെന്ന് കൃത്യമായി നിങ്ങൾക്ക് 1, 2, 3 എന്നുള്ള ഓർഡറിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കാം. ആ ലിസ്റ്റിൽ നിന്ന് ഒന്നായിരിക്കും നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം വരുന്നുണ്ടായിരിക്കുക. നമ്മളുടെ സബ്ജക്ട്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ്. ഫിസിക്സിന് 180 മാർക്ക്, കെമിസ്ട്രിക്ക് 180 മാർക്ക്, ബയോളജിക്ക് 360 മാർക്ക്. ഇതെല്ലാം കൂടെ എഴുതാനായിട്ട് നമ്മളുടെ കയ്യിൽ 3 മണിക്കൂർ സമയം. ഒരു ചോദ്യത്തിന് 4 മാർക്ക്, ഒരു തെറ്റുത്തരത്തിന് 1 നെഗറ്റീവ് മാർക്ക്. ഇങ്ങനെയായിരിക്കും പരീക്ഷ നടക്കുന്നുണ്ടാവുക. കൃത്യതയോടെ പഠിച്ച് എല്ലാ കുട്ടികളും നല്ല വിജയം ഉറപ്പുവരുത്തുക. ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ ഞാൻ പറയാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ UG, PG, ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ, ഇന്റഗ്രേറ്റഡ് PG കോഴ്സ്